ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഡിഗ്രി, PG, BEd, DELED ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ടുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, എല്ലാ യൂണിവേഴ്സിറ്റികളെയും അപേക്ഷിച്ച് നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുന്ന, അതായത് ഡിഗ്രി ആയാലും PG ആയാലും നേരത്തെ അപേക്ഷ ക്ഷണിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതായത് ഏകദേശം 250ഓളം യൂണിവേഴ്സിറ്റി, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും ഓട്ടോണമസ് കോളേജുകൾക്കും, അതായത് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലെയും മിക്ക സ്റ്റേറ്റുകളിലെയും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ട് വിളിക്കുന്ന എക്സാമാണ് CUET എന്ന് പറയുന്നത്, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാരണം കേരളത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം വിദ്യാർത്ഥികളും കേരളത്തിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള സാധാരണ നമ്മുടെ നാടിനടുത്തുള്ള ഗവൺമെൻറ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണ്, ഇനി അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗം ഡിഗ്രി ആയാലും PG ആയാലും അഡ്മിഷൻ എടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലും ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ CUET, അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, അതായത് നിങ്ങൾക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പല സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ട് അപേക്ഷ ലഭിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമാണ് CUET എന്ന് പറയുന്നത്. കാരണം രണ്ടും വ്യത്യാസമാണ്. നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിക്കുന്നതും അതേപോലെ തന്നെ കേരളത്തിലെ പുറത്തുള്ള, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ തന്നെ പല വീഡിയോകളും വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. അതായത് വിശാലമായ ക്യാമ്പസിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും വിവിധ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ്, വിശാലമായിട്ടുള്ള ലൈബ്രറി, ക്യാമ്പസ് തുടങ്ങിയ പല ഫെസിലിറ്റിയോടുകൂടി നമുക്ക് പഠിച്ചിറങ്ങുവാനും പഠിച്ചതിന് ശേഷം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാനും കൂടി സാധ്യതയുള്ള ഒരു മേഖലയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും അത്തരത്തിൽ പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് നോക്കാം, കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഡൽഹി ആയാലും JNU ആയാലും ജാമിയ ആയാലും ഇത്തരത്തിലുള്ള പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾ ധാരാളം ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്യാമ്പസിൽ മികച്ച വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും എഴുതേണ്ട എക്സാമാണ് CUET 2024. അപ്പോൾ വിശാലമായിട്ട് വിദ്യാർത്ഥികൾ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കാരണം 2024 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ CUET എക്സാം, അതായത് ഏകദേശം ഫെബ്രുവരി പകുതിക്ക് അങ്ങനെ എന്തായാലും അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്നതായിരിക്കും. കൂടാതെ മെയ് മാസത്തിലാണ് വിദ്യാർത്ഥികൾ CUET എക്സാമിൻ്റെ അതായത് എക്സാം ഡേറ്റ് ഏകദേശം ഫിക്സ് ചെയ്യുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതേപോലെ കഴിഞ്ഞ വർഷം +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ ഈ ഒരു CUET എക്സാമിൻ്റെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ്. സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CUET UG.SAMARTH, അതായത് സമർത്ഥ്.ac.in. നിങ്ങൾ ജസ്റ്റ് CUET UG 2024 അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സിലബസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ
ഇത്തരത്തിൽ CUT എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും CUT എക്സാമുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ എങ്ങനെ അപേക്ഷ നൽകണം, അപേക്ഷ നൽകിയാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് സിലബസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞാൽ കേവലം കേരളത്തിലുള്ള നിങ്ങൾ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഡിഗ്രി പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാറ്റി നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ അഡ്മിഷനിൽ നിങ്ങൾ ശ്രമിക്കുക. അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഈ ഡിഗ്രിയും PGയും നിങ്ങൾ കഴിയുവാൻ വേണ്ടി നിങ്ങളോട് കൃത്യമായിട്ട് ഉണർത്തുകയാണ്. ഇനി രണ്ടാമതായിട്ട് വരാം PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് CUET PG, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള PG അഡ്മിഷൻ ഇപ്പോൾ നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ ഡിഗ്രി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഡിഗ്രി ഇപ്പോൾ എക്സാം അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും CUT 2024 PG അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. ജനുവരി 25 വരെ വിദ്യാർത്ഥികൾക്ക് CUT PG അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി സാധിക്കുന്ന കോമൺ എൻട്രൻസ് എക്സാമാണ് CUT PG എക്സാം. കാരണം മറ്റു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ +2 ലഭിച്ച മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. എന്നാൽ ഇത്തരത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ CUT PG വിളിക്കുന്ന എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ CUT PGയുമായി ബന്ധപ്പെട്ട് B.Ed അതേപോലെ തന്നെ M.Ed ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PGയുമായി ബന്ധപ്പെട്ട് B.Ed ആയാലും M.Ed ആയാലും വിവിധ PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇപ്പോൾ തന്നെ CUET-PG.samarth.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റ് നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഫീസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ CUT എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും PG അഡ്മിഷന് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുക. അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഏറ്റവും ആദ്യമായിട്ട് വിളിക്കുന്നത് ഇത്തരത്തിൽ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷനാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വിളിക്കുന്നത്, ഇപ്പോഴത്തെ സമയം. ഇനി കൂടാതെ സാധാരണ രീതിയിലുള്ള നിങ്ങളുടെ +2ൻ്റെയും ഡിഗ്രീനെയും മാർക്കിനെ അടിസ്ഥാനമാക്കി വിളിക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, അതായത് ഗവൺമെൻറ് കോളേജുകൾ, അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകൾ, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകൾ, ഇങ്ങനെ ഒരുപാട് ഗവൺമെൻറ്, അതായത് സ്വാശ്രയം ഇങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട്. അതൊക്കെ ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആ സമയത്താണ് വിളിക്കുക. അതൊക്കെ ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ DLED, TTC ഉൾപ്പെടെയുള്ള PPTC ഉൾപ്പെടെയുള്ള B.Ed, M.Ed ഉൾപ്പെടെയുള്ള ഒരുപാട് കോഴ്സുകളിലോട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ചാനൽ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2024 പുതിയ വർഷത്തേക്കുള്ള മുഴുവൻ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷന് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.